ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈ നാളുകളിൽ നല്ലൊരു ഗായികയ്ക്ക്, മലയാളത്തിലൊരു ഗായികയ്ക്ക് മറ്റൊരു സംസ്ഥാനത്തിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ടൊരു ബഹുമതി ലഭിച്ചു. അപ്പോൾ അവരുടെ വർത്തമാനം ഞാൻ ശ്രദ്ധിച്ചത് എന്നെ വളരെയധികം സന്തോഷപ്പെടുത്തി. അവർ പറഞ്ഞത്, ഇത് എൻ്റെ കഴിവല്ല, ഇത് ഞാൻ ഇങ്ങനൊരു ബഹുമതിയിലേക്ക് എത്തിച്ചേരുന്നതിന് കുറേ പേരുടെ സഹായമുണ്ട്. പ്രധാനമായും മാതാപിതാക്കൾ, അവരും ഗായകരാണ്. അപ്പം മാതാപിതാക്കളുടെ സപ്പോർട്ടുണ്ട്. ഇനിയും ഈയൊരു കാര്യത്തിലേക്ക് നല്ല പാട്ടുകളൊക്കെ ലഭിച്ച് അങ്ങനെ അത് കൊടുത്ത സംഗീത സംവിധായകർ, അങ്ങനെ കുറേ മനുഷ്യരോട് അവർ നന്ദി പറഞ്ഞു. ഇത് എനിക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, ഇത് അവർക്കെല്ലാവർക്കും കൂടി അവകാശപ്പെട്ടതാണ് ഈ ബഹുമതി. നമ്മൾ ഒരു കുമ്പസാരമൊക്കെ നടത്തുമ്പോഴും ചില ആളുകൾ കുമ്പസാരത്തിൻ്റെ പ്രാരംഭത്തിൽ എത്ര നാളായി കുമ്പസാരിച്ചിട്ടെന്ന് പറയും. ഇത് നമ്മൾ പറയേണ്ട കാര്യമാണ്. പിന്നെ അടുത്ത കാര്യം, ചില ആളുകൾ പറയുന്നത് ഞാൻ പ്രായശ്ചിത്തം നിറവേറ്റി എന്ന് പറയും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ മാസങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാകും, വർഷങ്ങളും കഴിഞ്ഞിട്ടുണ്ടാകും. പ്രായശ്ചിത്തം നിറവേറ്റുക എന്ന് പറയുന്ന പ്രയോഗം എനിക്കൊന്ന് കുറച്ചുകൂടി വേറെ രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ബോധ്യമുള്ള അച്ഛന്മാർ അവർ പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെയാണ്. ചിലപ്പോൾ ഒരു പ്രാർത്ഥനയായിരിക്കാം, ചിലപ്പോൾ ഒരു വിശ്വാസ പ്രമാണം, ഏതെങ്കിലും ഒരു പ്രാർത്ഥന, ഇത് കർത്താവിൻ്റെ സ്തുതിക്ക് വേണ്ടി ചൊല്ലും, അല്ലെങ്കിൽ ഇത് മാതാവിൻ്റെ സ്തുതിക്ക് വേണ്ടി ചൊല്ലും. അങ്ങനെ അത് ഇന്ന സ്തുതിക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി അത് കാഴ്ചവെക്കുക എന്ന് പറയും. അത് ചൊല്ലിയത് കൊണ്ടല്ല പാപം പോകുന്നത് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ പ്രായശ്ചിത്തമൊക്കെ നിറവേറ്റി, അത് കഴിഞ്ഞിട്ട് കുറേ വർഷങ്ങൾ കഴിഞ്ഞു, എന്നിട്ട് കുറേ പാപങ്ങളും ചെയ്തു. അപ്പോൾ ഈ ചെയ്ത അതിൻ്റെ ഫലം തന്നെ പോയിട്ടുണ്ട്, ശരിയല്ലേ? ഇപ്പോൾ ഒരു വിശ്വാസ പ്രമാണം ചൊല്ലി, അത് കഴിഞ്ഞിട്ട് കുറേ പാപങ്ങളും ചെയ്തു, ആ ചൊല്ലിയ വിശ്വാസ പ്രമാണത്തിന് ഫലം തന്നെ പോയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പറയുന്നത് ഞാൻ പ്രായശ്ചിത്തമൊക്കെ നിറവേറ്റി കേട്ടോ, ഞാൻ പ്രായശ്ചിത്തമൊക്കെ നിറവേറ്റി. നമ്മൾ ചെയ്തതിനെയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. ചിലരുടെ വിചാരം, തെറ്റിദ്ധാരണയാണ് ഇങ്ങനെ, അച്ഛാ ഒരു വിശ്വാസ പ്രമാണമേ ഉള്ളോ എന്ന് ചോദിക്കും. അപ്പോൾ ചിലപ്പോൾ അവർക്ക് അവർ ചെയ്ത പാപത്തിൻ്റെ ആ തീവ്രതയെക്കുറിച്ച് സങ്കടമുള്ളത് കൊണ്ടായിരിക്കാം, ദൈവമേ ഞാനൊരു വിശ്വാസ പ്രമാണം ചൊല്ലിയാൽ മതിയോ. യഥാർത്ഥത്തിൽ നമ്മളങ്ങനെ ഒരു പ്രാർത്ഥന ചൊല്ലുന്നത് കൊണ്ടല്ല നമ്മുടെ പാപം പോകുന്നത്. നമ്മുടെ പാപം പോകുന്നത് ഈശോയുടെ കുരിശുമരണത്തിൻ്റെ യോഗ്യത കൊണ്ടാണ്. ഈശോയുടെ കുരിശുമരണത്തിൻ്റെ യോഗ്യത കൊണ്ടാണ്. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? നമുക്ക് ചാൻസ് ഇല്ല, പാപപരിഹാരം ചെയ്യാൻ നമുക്ക് ചാൻസ് ഇല്ല. നമ്മൾ ചെയ്യുന്ന മുട്ടിനിരങ്ങലൊക്കെ ഒന്നും നമ്മൾ ചെയ്യുന്ന പാപത്തിൻ്റെ പരിഹാരമാണെന്ന് വിചാരിക്കരുത്. നമ്മൾക്ക് പാപപരിഹാരം ചെയ്യാൻ ചാൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഈശോ വരേണ്ട ആവശ്യമുണ്ടായിരുന്നോ? നമ്മൾ ഓരോരുത്തരും പാപപരിഹാരം ചെയ്താൽ പോരെ? ചിന്തിച്ച്, ഈശോ വരേണ്ട ആവശ്യമുണ്ടോ? നമ്മളെക്കൊണ്ട് പറ്റാത്തത് കൊണ്ടല്ലേ ദൈവം തൻ്റെ പുത്രനെ അയച്ചത്. നമ്മളെക്കൊണ്ട് കൂടാത്ത കാര്യമാണ് ഈ പാപപരിഹാരം. നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല, നമുക്ക് പരിഹാരം പറ്റില്ല. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ, ഒരു കുഞ്ഞ് ഇവിടെ നിലത്ത് കിടന്നിങ്ങനെ കരയുക, ചെറിയ കുഞ്ഞ്, ആ കുഞ്ഞ് വാവിട്ട് കരയുക, അതിനെന്താണെന്നൊന്നും അറിയില്ല. അപ്പം ആര് ചെന്നിട്ട് ആശ്വസിപ്പിച്ചിട്ടും അതിന് ആശ്വാസം കിട്ടുന്നില്ല. അപ്പോൾ അതിൻ്റെ അമ്മ ഓടിച്ചെന്ന് ആ കുഞ്ഞിനെ കൈകൊണ്ട് വാരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് വയ്ക്കും. അപ്പോൾ ആ കുഞ്ഞ് കരച്ചിൽ നിർത്തും. അതാണ് ദൈവം ചെയ്തത്. ദൈവം ചെയ്ത പ്രവൃത്തിയെ നമ്മൾ അംഗീകരിക്കണം. ദൈവം ചെയ്ത പ്രവൃത്തിയെ നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മൾ തന്നിഷ്ടം പോലെ നടക്കുന്നത്. അതിനൊന്ന് ഒന്നാം വായനയിൽ പറയുന്നത്, ഇപ്പോൾ ഇന്നത്തെ സുവിശേഷത്തിലും നിങ്ങൾ എന്തുകൊണ്ടാണ് അനുതപിക്കാത്തത്? നിങ്ങൾക്ക് ദൈവം തന്ന നിധിയെക്കുറിച്ച് ബോധ്യമില്ലാത്തത് കൊണ്ടല്ലേ. ആ പാട്ടുകാരി പറഞ്ഞില്ലേ, ഞാൻ ഇവിടം വരെ എത്തിയത് മറ്റുള്ളവരുടെ സഹായം കൊണ്ടാണ്, ഞാൻ ഇവിടം വരെ എത്തി നിൽക്കുന്നത് ദൈവത്തിൻ്റെ ഒരു കരുണ കൊണ്ടാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കരുണ സ്വീകരിക്കുന്ന നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കണ്ടേ. അതാണ് ഇന്നത്തെ ഒന്നാം വായനയിലും പ്രവാചകൻ ബാറുക്ക് പുസ്തകത്തിൽ പറയുന്നത്. വളരെ സങ്കടത്തോടെ പറയാം, അത് ടൈറ്റിലെ തെറ്റുകൾ
ഏറ്റുപറയുന്നു എന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെ തലയും കുനിച്ച് നടക്കിയ മനുഷ്യർ ലജ്ജ കൊണ്ട് തലയും കുനിച്ച് നടക്കിയ കാരണം എന്താ? എല്ലാവരും പാപം ചെയ്തു, എല്ലാവരും ഇന്ന് വരെ ലജ്ജിതരാണ്. എന്നാൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ പാപം ചെയ്തു. നമ്മൾ ശിരസ്സുയർത്തി കർത്താവിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമുക്ക് വേണ്ടി ഈശോയെ അയച്ചത്. എന്നിട്ടും നമ്മൾ പാപം ചെയ്താലോ? സഭയിലുള്ള സംവിധാനങ്ങളെല്ലാം തന്നിട്ടും നമ്മൾ ഈ തലയും കുനിച്ച് നടക്കുന്ന വിധത്തിലാണ് നമ്മുടെ ജീവിതം. നേരെ നോക്കി നടക്കാൻ പറ്റുന്നില്ല. അതുപോലെയാണ് നമ്മുടെ ജീവിതം. ഇതിലും അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ അതിലൊരു പ്രശ്നം പറയുകയാണ്. ബാറൂക്ക് പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 19-ാം വാക്യം, അവിടുത്തെ സ്വരം ശ്രവിക്കുന്നതിൽ ഉദാസീനരുമാണ്. ഉദാസീനർ. ഇത് ഈ വാക്ക് ഉദാസീനത അല്ലെങ്കിൽ നിസ്സംഗത, അതിൻ്റെ ഇംഗ്ലീഷ് വാക്ക് ഇൻഡിഫറൻസ്. അതാണ്. നമുക്കിതെല്ലാം കണ്ടിട്ടും നമുക്കിതൊന്നും മൈൻഡില്ല. അപ്പനമ്മയും കഷ്ടപ്പെട്ട് പണം മുടക്കി പഠിപ്പിച്ചിട്ടും നമുക്കതൊരു വിലയില്ല. കർത്താവ് നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പാവപ്പെട്ട ഈശോ പാപികൾക്ക് വേണ്ടി കുരിശിൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് മരിച്ചിട്ടും നമുക്കൊരു വിലയില്ല. പരിശുദ്ധ കുർബാനയ്ക്ക് വിലയില്ല, കുമ്പസാരത്തിന് വിലയില്ല. കുമ്പസാരത്തിനും കുർബാനയ്ക്കൊക്കെ വിലയുണ്ടായിരുന്നെങ്കിൽ നമ്മൾ എത്ര സുന്ദരമായിട്ട് പരിശുദ്ധ കുർബാനയുടെ ഒരുക്ക സമയങ്ങൾ ചെലവഴിക്കുമായിരുന്നു. കുർബാനയ്ക്ക് വില നമ്മൾ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പള്ളി വന്നിരിക്കുന്ന സമയം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുവോ? അതാണ്. നമുക്ക് മനസ്സിലായിട്ടില്ല. മനസ്സിലാകാത്തതുപോലെ അഭിനയിക്കുന്നതാണോ എന്നറിയില്ല. അതാണ്. അപ്പോൾ അതിൻ്റെ മുൻപത്തെ പ്രവാചകൻ ജെറമ്യ പ്രവാചകൻ അദ്ദേഹം പറയുന്നൊരു കാര്യമാണ്. അത് 7-ാം അധ്യായം ജെറമ്യ 7:24, അവരാകട്ടെ അനുസരിക്കുകയോ കേൾക്കുകയോ പോലുമോ ചെയ്തില്ല. തങ്ങളുടെ ദുഷ്ടഹൃദയത്തിൻ്റെ പ്രേരണ അനുസരിച്ച് തന്നിഷ്ടം പോലെ അവർ നടന്നു. അവരുടെ നടപ്പ് മുൻപോട്ടല്ല പിന്നോട്ടായിരുന്നു. അവർ എന്നെ അനുസരിക്കുകയോ ശ്രവിക്കുകയോ പോലുമോ ചെയ്തില്ല. പ്രത്യുത മർക്കടമുഷ്ടിയോടെ തങ്ങളുടെ പൂർവികന്മാരെക്കാളധികം തിന്മ ചെയ്തു. അതാണ്. അപ്പോൾ ഇതൊരു തടസ്സമായിട്ട് ദൈവം പറയുകയാണ്. ഇന്നത്തെ വായനയിലും അതിങ്ങനെ എണ്ണി പറയുകയാണ്. ദൈവം ഒരു ദേശത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി, തേനും പാലും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി, അത് അവകാശമായി തരാൻ വേണ്ടി നമുക്ക് സ്വർഗമെന്നൊരു കാര്യമുണ്ട്. സ്വർഗത്തെക്കുറിച്ച് ചിന്തിക്കുന്ന പോലുമില്ല. ജീവിതം കണ്ടു കഴിഞ്ഞാൽ സ്വർഗം, ഏത് സ്വർഗം? അതൊക്കെ കിട്ടുമ്പോൾ കിട്ടും എന്ന് പറഞ്ഞാണ് നമ്മുടെ ജീവിതം. സ്വർഗം, അങ്ങനെ ഒരു അവകാശം അത് നമ്മുടെ മുന്നിൽ വെച്ചിട്ടാണ് ദൈവം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുക. സ്വർഗം ഒരു അവകാശം പോലെ നമുക്ക് തരാൻ, തേനും പാലും ഒഴുകുന്ന ഒരു ദേശത്തിന് അവകാശികളാക്കാൻ വേണ്ടി തങ്ങളുടെ പിതാക്കന്മാർ ഈജിപ്ത് ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ തൻ്റെ ദാസനായ മോശ വഴി കർത്താവ് അരുളി ചെയ്ത ശാപങ്ങളും അനർത്ഥങ്ങളും ഇന്നും ഞങ്ങളുടെ മേൽ ഉണ്ട്. ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഞങ്ങളുടെ അടുത്തേക്ക് അയച്ച പ്രവാചകന്മാർ അറിയിച്ച അവിടുത്തെ വചനം ഞങ്ങൾ ശ്രവിച്ചില്ല. ഞങ്ങൾ അന്യദേവന്മാരെ സേവിച്ചും ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ ദൃഷ്ടിയിൽ തിന്മയായത് പ്രവർത്തിച്ചും ഞങ്ങൾ തന്നിഷ്ടം പോലെ നടന്നു. ഇതിവിടെ പറയുന്ന കാര്യം ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ തിന്മ. നമ്മുടെ ദൃഷ്ടി തിന്മയല്ല. വ്യഭിചാരം നമ്മുടെ ദൃഷ്ടി തിന്മയേ അല്ല. വിവാഹ ഉടമ്പടി, കർത്താവിൻ്റെ മുമ്പിൽ വിവാഹ ഉടമ്പടി എടുത്തിട്ട് വിവാഹ ഉടമ്പടി വളരെ നൈസായിട്ട് ലംഘിച്ച് ജീവിക്കുന്നു. നമ്മുടെ ദൃഷ്ടിയിൽ അത് തെറ്റേ അല്ല. ദൈവത്തിൻ്റെ ദൃഷ്ടിയിലാണ്. ദൈവത്തിൻ്റെ ദൃഷ്ടിയിലൂടെ കാണൂ. നമ്മുടെ ദൃഷ്ടിയിലൂടെ അല്ല കാര്യങ്ങൾ കാണേണ്ടത്. പലതും, പ്രത്യേകിച്ച് ആത്മീയ കാര്യങ്ങൾ നമ്മുടെ ദൃഷ്ടിയിലൂടെ അല്ല കാണേണ്ടത്. ഇത് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നൊരു കാര്യമാണ്. ജീവിതത്തെ മുഴുവനായിട്ട് ബാധിക്കുന്നൊരു കാര്യമാണ്. ഞാൻ ഒന്ന് പെട്ടെന്നൊന്ന് ഒരു തിന്മ, ചിലപ്പോൾ ഒരു വ്യഭിചാരം ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്ന കാര്യമാണല്ലോ. നിന്നോട് ചെയ്ത അനുഗ്രഹങ്ങൾ നിനക്കൊരു കുടുംബജീവൻ തന്നിട്ട് നിന്റെ ജീവിത പങ്കാളിയെ വഞ്ചിച്ച് നീ നടക്കുക. എത്രയോ മക്കൾ കർത്താവേ ഒരു കുടുംബജീവിതം താന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്നു. നിനക്ക് കുടുംബജീവിതത്തിൽ മക്കളെ തന്നിട്ടും നീ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത രീതിയിൽ നീ നടന്നു, ദുർമാതൃക കാണിച്ച് നടന്നു. എത്രയോ മക്കള് കുഞ്ഞുങ്ങളില്ലാതെ കരയുന്നു. നിനക്ക് തന്ന അനുഗ്രഹം അവർക്ക് കൊടുത്താൽ മതിയായിരുന്നു. നിനക്ക് തന്ന കുടുംബജീവിതം അവർക്ക് കൊടുത്താൽ മതിയായിരുന്നു. നിനക്ക് തന്ന മക്കളെ അവർക്ക് കൊടുത്താൽ മതിയായിരുന്നു. നിനക്ക് തന്നിട്ട് നീ പ്രയോജനപ്പെടുത്തിയോ? അങ്ങനെ ചോദിച്ചാൽ എന്ത് ചെയ്യും? അപ്പം ഒരു വ്യഭിചാരം ചെയ്യുന്ന ഒരാൾ, അതായത്
അയാളുടെ ഫിസിക്കൽ ആസ്പെക്റ്റ്, ഒരു 6 ആസ്പെക്റ്റിനെ കുറിച്ച് പെട്ടെന്നൊന്ന് പറഞ്ഞു പോവാം, അതിൻ്റെ തീവ്രത മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഫിസിക്കൽ ആസ്പെക്റ്റ്, ഒരു ശരീരം ദൈവത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട ശരീരം മാമോദീസയിലൂടെ, കുംഭസാരത്തിലൂടെ, കുർബാന സ്വീകരണത്തിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, വിശുദ്ധ വിവാഹത്തിലൂടെ വിശുദ്ധീകരിക്കപ്പെട്ട ശരീരം പാപത്തിൽ കൊണ്ടുപോയി വെച്ചു കൊടുത്തു. അപ്പം ഫിസിക്കൽ ആസ്പെക്റ്റ് പോയില്ലേ. ഇനി ആ പാപം ചെയ്തിട്ട് ഒന്നും അറിയാത്തൊരു പിള്ള കണക്ക് വീട്ടിലേക്ക് കയറി വന്നു. വീടൊരു സൊസൈറ്റി അല്ലേ, സോഷ്യൽ ആസ്പെക്റ്റ് പോയില്ലേ. സൊസൈറ്റിക്ക് ഗുരുതരമായ തെറ്റ് ചെയ്തില്ല. അതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു മോപ്പ് വെച്ച് തറ തുടക്കുകയാണെന്ന് കരുതുക. ചിലപ്പോൾ സ്ത്രീകളായിരിക്കും പൊതുവെ അത് ചെയ്യുന്നത്, ചില വീടുകളൊക്കെ പുരുഷന്മാർ ചെയ്യാറുണ്ട്. അപ്പോൾ തൊട്ട് പുറകെ തന്നെ ഒരാൾ കാലിൽ നിറയെ അഴുക്കുമായിട്ട് കയറി വരിക. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുമോ? നമ്മൾ കഷ്ടപ്പെട്ട് തുടച്ചുകൊണ്ടിരിക്കുക, ഒരാൾ നിറയെ കാലിൽ അഴുക്കും ചെളിയുമായിട്ട് വരികയാണ്, നമ്മൾ തുടച്ച ഭാഗം അവർ അഴുക്കാക്കി കളയുക. നമുക്ക് ഇഷ്ടപ്പെടുമോ? അതുപോലെയാണ് കുടുംബത്തിൽ എത്രയോ പേരാണ് ഡെഡിക്കേറ്റഡ് ആയിട്ട് ജീവിക്കുന്നത്. അപ്പം നമ്മളൊരു സോഷ്യൽ കുടുംബം ഒരു സൊസൈറ്റിയാണ്. കുടുംബത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ആസ്പെക്റ്റാണ് സോഷ്യൽ ആസ്പെക്റ്റ്, സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് നമ്മൾ കളഞ്ഞില്ലേ. ഇനി നമ്മൾ ചിലപ്പോൾ ചില ഏരിയകളിൽ അത്ര കണ്ട് പ്രാധാന്യം, ഇങ്ങനെ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ആളുകളൊക്കെ മോറൽ വാല്യൂ താഴ്ന്നു പോകാറുണ്ട്, അവരുടെ ധാർമ്മിക നിലവാരം താഴ്ന്നു പോകാറുണ്ട്. അവരിങ്ങനെ തോന്നിയ പോലെയൊക്കെ ജീവിക്കും. നമുക്ക് കുറച്ച് വിദ്യാഭ്യാസമൊക്കെ ഇല്ലേ, നമുക്ക് കുറച്ച് ബുദ്ധിയൊക്കെ ഇല്ലേ. അപ്പം ഇൻ്റലക്ച്വൽ ആസ്പെക്റ്റ് പ്രയോജനപ്പെടുത്തിയോ? ഇനി ഇങ്ങനെ ഒരു ഭാരവും ചുമന്ന് നടക്കുക, ഒരു കള്ളത്തരം ചെയ്തിട്ട്, നമുക്ക് പരസ്യമായിട്ടാണല്ലോ വിവാഹം നടത്തുക, അപ്പോൾ ഒരു പെണ്ണിന് ഒരു ഭർത്താവിനെ ഏൽപ്പിച്ചു തരുന്നു, ഒരു പുരുഷനെ ഏൽപ്പിച്ചു തരുന്നു, ഒരു പുരുഷനൊരു ഭാര്യയെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. അത് സമൂഹം സഭയും ചേർന്ന് ഏൽപ്പിക്കുന്ന ദൗത്യമാണ്. അപ്പോൾ നമുക്ക് അത് ഇവൻ്റെ കൂടി ഇനി വേറൊരാളെ കണ്ടാൽ ഇവനെ പൊക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ രഹസ്യമായിട്ട് പോയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഭാര്യയോടൊക്കെ സ്നേഹം അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സ്നേഹം കാണുമ്പോൾ ഈ തെറ്റ് ചെയ്ത ആൾക്ക് ഉള്ളിൽ വലിയൊരു ഭാരം ഉണ്ടാവും. ദൈവമേ ഞാൻ ഈ തെറ്റ് ചെയ്തല്ലോ, ദൈവമേ ഞാനിത് എങ്ങനെ ഇറക്കി വെക്കും. ഇത് സൈക്കോളജിക്കലി മനഃശാസ്ത്രപരമായിട്ട് ബാധിക്കും. ഇനി നമ്മളിങ്ങനെ ചില മൃഗങ്ങളെ കണ്ടിട്ടില്ലേ, ഇണചേരുന്നത്, തെരുവുകളിൽ ഇണചേരുന്നത്. അവർക്ക് അത് അറിയില്ലല്ലോ, അവർക്ക് എങ്ങനെയാണ് എന്താണെന്നൊന്നും ബോധമില്ലല്ലോ, നമുക്ക് ബോധമുണ്ടല്ലോ. അപ്പം നമ്മൾക്ക് ഒരു കുടുംബജീവൻ നമ്മൾ തന്നിരിക്കുന്ന നമുക്ക് നമ്മുടെ ഇമോഷണൽ മെച്യൂരിറ്റി, ഇമോഷണൽ ആസ്പെക്റ്റ് അത് തോന്നിയതുപോലെ ചെയ്യാമോ? തോന്നിയതുപോലെ എനിക്കിപ്പോൾ തോന്നി, ഞാൻ അങ്ങനെ ചെയ്തു. തോന്നിയതുപോലെ, നിന്റെ നടപ്പ് തന്നിഷ്ടം പോലെയായിരുന്നു, തോന്നിയ പോലെ ചെയ്യാമോ? അപ്പോൾ ഇമോഷണൽ മെച്യൂരിറ്റി. ഇനി സ്പിരിച്വൽ ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കുറെ കൊന്ത ചൊല്ലുന്നതാണോ? അത് മാത്രമാണോ? കുറെ ചെയ്തു കൂട്ടുന്നത് മാത്രമാണോ? അല്ല, ദൈവത്തിൻ്റെ സ്വരം മനസ്സിലാക്കുകയും നമ്മുടെ തെറ്റെന്താണെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നതാണ് സ്പിരിച്വൽ ആസ്പെക്റ്റ്. അതിന് ഉദാഹരണം ധൂർത്തപുത്രനും നല്ല കള്ളനുമാണ്. അവർക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം മനസ്സിലായി, അവരുടെ തെറ്റും മനസ്സിലായി, അവരത് ഏറ്റുപറഞ്ഞ് അവർ കറക്റ്റായി, അവർക്ക് നിധി കിട്ടി. ബർത്തമയോസ്, അയാളൊരു രോഗിയായിരുന്നു, കാഴ്ചയില്ലാത്ത ഒരാളായിരുന്നു, അയാൾക്ക് കാണുന്നില്ലല്ലോ ഈശോയെ. പക്ഷേ അയാൾക്ക് ദൈവസാന്നിധ്യം മനസ്സിലായി, ഉറക്കെ വിളിച്ചു. ദൈവസാന്നിധ്യം മനസ്സിലാക്കുക, അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക, അതാണ് യഥാർത്ഥത്തിൽ ആത്മീയത. അപ്പം യഥാർത്ഥത്തിലുള്ള ആത്മീയത ഉണ്ടോ? സ്പിരിച്വൽ ആസ്പെക്റ്റ്. അപ്പം നോക്കിക്കേ, ഫിസിക്കൽ, സോഷ്യൽ, ഇൻ്റലക്ച്വൽ, സൈക്കോളജിക്കൽ, ഇമോഷണൽ, സ്പിരിച്വൽ. ഇങ്ങനെ നോക്കിക്കേ, നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ ദൈവത്തിന് സമർപ്പിച്ചോ? ദൈവത്തിന് നമ്മൾ സമർപ്പിച്ചോ? നമ്മളിങ്ങനെ പെരിഫറലായിട്ട്, അതും നമുക്കിഷ്ടമുള്ള ദുരാചാരങ്ങളൊക്കെ ചെയ്ത്. ഒരു സ്ത്രീ ഇന്ന് വാവിട്ട് കരയുക, അച്ഛാ ഞാൻ പണ്ട് നേർച്ച നേർന്ന മുട്ടിന് നിറങ്ങിക്കോളാന്ന്, എന്നെ കൊണ്ട് പറ്റണില്ല അച്ഛാ, എനിക്ക് മുട്ടിന് നിറങ്ങി തീർക്കാൻ പറ്റുന്നില്ല അച്ഛാ, ഞാൻ എന്ത് ചെയ്യും അച്ഛാ? ആര് പറഞ്ഞു അങ്ങനെ ഒരു നേർച്ച ചെയ്യണമെന്ന്? നിന്റെ കർത്താവ് നിനക്ക് വേണ്ടി മരിച്ച് നിനക്ക് രക്ഷ നേടി തന്നിട്ട് നീ വിചാരിക്കരുത് നീ എന്തെങ്കിലും ഒരു കസർത്ത് കാണിച്ചിട്ടാണ് നീ രക്ഷ നേടുന്നതെന്ന്. അല്ല, നിന്റെ ദൈവം നിനക്ക് വേണ്ടി മരിച്ച അഭിഷേകത്തിൽ ഇങ്ങനെ കുരിശിലിങ്ങനെ നിൽക്കുമ്പോൾ നിനക്ക് നിന്റെ ദൈവത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കാൻ മാത്രമേ ചാൻസ് ഉള്ളൂ. ഒട്ടിച്ചേർന്ന് നിൽക്കുക, അതാണ് നിനക്കുള്ള രക്ഷയുടെ വഴി. അതുകൊണ്ട് കർത്താവ് സഭയിലൂടെ നമുക്ക് തന്നിട്ടുള്ള സിലബസ് എന്താ? ഞായറാഴ്ച ആചരണം, കുർബാന സ്വീകരണം, കുംഭസാരം, വിശുദ്ധ ഗ്രന്ഥ വായനയും പഠനവും, വ്യക്തിപരമായ പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന, കൽപ്പനകൾ പാലിക്കുക. ഈ 7 കാര്യങ്ങൾ ഇതുവഴി കർത്താവിനോട് അങ്ങ് ഒട്ടിച്ചേർന്ന് നിൽക്കുക. സങ്കീർത്തനം 91 വായിക്കുന്നതല്ലേ? സങ്കീർത്തനം 91:11-14, അവൻ എന്നോട് സ്നേഹത്തിൽ
ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. രക്ഷപ്പെടണ്ടേ? രക്ഷപ്പെടണം. കർത്താവിൻ്റെ മനസ്സോട് ചേർന്ന് നിൽക്കുക. ക്രെഡിറ്റ് എല്ലാം കർത്താവിന് കൊടുക്കുക. കർത്താവല്ലാതെ നമുക്കൊന്നുമില്ല. ദൈവം രക്ഷിച്ചാലല്ലാതെ നമുക്കൊന്നുമില്ല. ദൈവം നൽകിയാലല്ലാതെ ഒന്നും നമുക്കില്ല. ഒന്നും പിടിച്ചു വാങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് എളിമപ്പെട്ട് കർത്താവിൻ്റെ കൂടെ, കർത്താവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്, നമ്മുടെ തന്നിഷ്ടം പോലെ അല്ല, തന്നിഷ്ടം പോലെ. അതിൻ്റെ ട്രാൻസ്ലേഷൻ അവരുടെ ഹൃദയത്തിൻ്റെ വിചാരങ്ങളനുസരിച്ച് അവർ പോയി എന്നാണ് പറയാം. അവർക്ക് തോന്നിയതുപോലെയൊക്കെ ചെയ്തു. അങ്ങനെയല്ല, കർത്താവിൻ്റെ കൂടെ അങ്ങനെ ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇത് വളരെ ദുർഘടം പിടിച്ചാണ്, നിസ്സാരമല്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ കരുണ നമുക്ക് ചോദിക്കാം. പ്രലോഭനങ്ങളിലൊക്കെ വീണു പോകാൻ സാധ്യതയുണ്ട്, തെറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. നമ്മൾ പരിശീലനം നേടി വന്നവർ പോലും വഴിയരികിൽ പറയുന്നവരുടെ വാക്യങ്ങൾ കേട്ട ദുരാചാരങ്ങൾ ചെയ്തു പോകുന്നു. ഞങ്ങൾക്കറിയില്ലായിരുന്നു അച്ഛാ, അത് ചെയ്തു പോയച്ഛാ. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ ഒരു സ്വരമുണ്ടാകാൻ, ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കാനുള്ള കഴിവ്, അതിനുവേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ വഴി ഞാൻ തളരാതെ നീങ്ങാനായി, ഈ വഴി ഞാൻ തളരാതെ നീങ്ങാനായി, നീ വരേണേ ജീവനായി, ജീവനേകും ഭോജ്യമായി പിരിയാതെ എൻ നാഥനെ ഉള്ളിൽ വാഴണമേ. പരിശുദ്ധമ്മേ, അമ്മൊരു വാക്ക് പറഞ്ഞു. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്കിന് നിറവേറട്ടെ എന്നൊരു വാക്ക് പറഞ്ഞു. ഞങ്ങൾ പലതവണ വാക്ക് പറഞ്ഞു. മാമോദീസയിലൂടെ, കുംഭസാരത്തിലൂടെ, കുർബാന സ്വീകരണത്തിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, വിശുദ്ധ വിവാഹത്തിലൂടെ പലതവണ വാക്ക് പറഞ്ഞു. തെറ്റിപ്പോയി കർത്താവേ. പരിശുദ്ധമ്മയെപ്പോലെ വിട്ടുകളയാതെ കർത്താവിനെ കൊണ്ടു നടക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ.